السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على سيدنا محمد وعلى آله وصحبه الفائزين برضا الله. أما بعد فإن أصدق الحديث كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل أتاك حديث الغاشية وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع. قال الله عز وجل لن يدخل أحدكم الجنة عمله. قالوا ولا أنت يا رسول الله. قال ولا أنا إلا أن يتغمدني الله برحمته. قال رسول الله يا صاحي لا دار بعد الموت تسكنها إلا التي أنت بالأعمال بانيها. اعمل لدار غد رضوان خازنها والجار أحمد والرحمن بانيها. നമുക്കുയരാം നടുകിൽ തിന്നാം നമുക്കു നാമേ പണിപത് നാഗം നരകവും അതുപോലെ. അലമുമ്മത്ത് സയ്യിദിന മുഹമ്മദ്. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, സഹോദരന്മാരെ, സഹോദരികളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ ഇരിക്കുന്നു. ആ സദസ്സിലേക്ക് അപരിചിതനായ ഒരു വ്യക്തി കടന്നു വരുന്നു. സഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. ശദീദു ബയാദി സിയാബി ശദീദു സവാദി ശഅരി. ഹദീസിൽ കാണാം, വസ്ത്രം വളരെ വെളുത്ത വസ്ത്രം, മുടി, താടിമുടി തലമറച്ച വ്യക്തിയായതുകൊണ്ട് ശദീദു സവാദി ശഅർ എന്ന ഹദീസിന്റെ വിശദീകരണത്തിൽ ശഅരിൽ ലിഹ്യ, താടിമുടി വളരെ കറുത്തതായൊരു വ്യക്തി അവിടെ കയറി വന്നു. എന്താ പറഞ്ഞതിന്റെ താല്പര്യം? ഉടനെ തന്നെ പറയുന്നു, ലാ യുറാ അലൈഹി അഥറു സഫർ. മദീനയിലേക്ക് റസൂലുള്ളാഹി തങ്ങളുടെ പള്ളിയിലേക്ക്, മദീനയിലേക്ക് ആരെങ്കിലും എത്തുമ്പോൾ മരുഭൂമികൾ താണ്ടി വരണം. അതുകൊണ്ട് തന്നെ ഒരു വെള്ള വസ്ത്രത ധരിച്ച ഒരുത്തനിക്ക് ആ വെള്ളയോടുകൂടെ പള്ളിയിലെത്താൻ കഴിയില്ല. കാറ്റും പൊടിയും പൊടിപടലങ്ങളും ദേഹത്ത് വന്ന് വീണ് മദീനയിലേക്ക് പോയവർക്കറിയാം, ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന റോഡ് കടല് സമാനമായി, തിരമാലകൾ സമാനമായി, മണലുകൾ ഇങ്ങനെ റോട്ടിലൂടെ മറുഭാഗത്തേക്കും അവിടുന്ന് ഇങ്ങോട്ടും പോകുന്നതായി മദീനയിൽ പോയ എല്ലാവർക്കും അനുഭവമാണ്. കുതിരയിലെയും ഒട്ടകങ്ങളിലും സഞ്ചരിക്കുന്ന ആളുകൾക്ക് ആ പൊടിപടലങ്ങൾ തിന്നേണ്ടി വരും. അവരുടെ വസ്ത്രങ്ങൾ മുഷിഞ്ഞു പോകും. ഇയാളുടെ ആ വസ്ത്രത്തിൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. മുടി ചടകുത്തിപ്പോകും, മുടിയിൽ പൊടി പുരണ്ടു പോകും, അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. ശരിക്ക് കറുത്ത കുളിച്ചൊരുങ്ങിയ പോലുള്ള മുടി. യാത്രികരുടെ അടയാളവും അയാളില്ല എന്നർത്ഥം. എന്നാൽ അയാൾ ഈ നാട്ടുകാരനായിരിക്കും. അല്ല,
വലാ യഅരിഫുഹു മിന്നാ അഹദ്, ആർക്കും അദ്ദേഹത്തെ പരിചയവുമില്ല. എല്ലാ നിലക്കും ആശ്ചര്യപ്പെടാൻ പറ്റിയ ഒരു മനുഷ്യൻ. ഇമാമിങ്ങൾ പറയുന്നു, ഈ അടിസ്ഥാനത്തിൽ ദീനിന്റെ ഒരു കാര്യം പറയുന്ന ആളുകൾ, ദീനുമായി ബന്ധപ്പെടുന്ന ആളുകൾ പ്രത്യേക തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നല്ല വസ്ത്രം ധരിക്കണം. എപ്പോഴും താടിമുടിയും അതുപോലെയുള്ള ജനങ്ങൾ ബന്ധപ്പെടുന്ന വേദികളൊക്കെ വൃത്തിയിലും മറ്റുമായിരിക്കണം എന്ന് ഇമാമിങ്ങൾ ഈ അടിസ്ഥാനത്തിലും മറ്റു പല തെളിവിന്റെ അടിസ്ഥാനത്തിലും പറയും. ഈ വ്യക്തി വന്ന് സാധാരണയിലില്ലാത്ത ചില പ്രവർത്തനങ്ങൾ ചെയ്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുട്ടുംകാലിനോട് അവരുടെ മുട്ടുംകാല് ചേർത്ത് വെച്ചു. ആരും അങ്ങനെ ഇരിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സ് എപ്പോഴും ഇൽമിന്റെ സദസ്സായിരിക്കും. അവിടുത്തെ യാത്ര ഇൽമിന്റെ യാത്രയാണ്. അവിടുത്തെ ജീവിതം മുഴുവനും ഇൽമാണ്. അതിനുവേണ്ടിയാണ് അവിടുത്തെ ജീവിതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അവിടുന്ന് ജീവിച്ച് കാണിച്ചു തന്നതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അവിടുന്ന് ചെയ്തു കാണിച്ചത് നാം ചെയ്യണം. ചെയ്യാൻ പറഞ്ഞതും ചെയ്യാൻ സൂചിപ്പിച്ചതും ചെയ്തു കാണിച്ചതും നാം ചെയ്യണം. ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യരുത്. അവിടുന്ന് ഭാര്യമാരോട് പെരുമാറിയത്, കുട്ടികളോട് പെരുമാറിയത്, പ്രായം ചെന്നവരോട് പെരുമാറിയത്, കാരണവന്മാരോട് പെരുമാറിയത്, പ്രഭുക്കളോട് പെരുമാറിയത്, അറിവുള്ളവരോട് പെരുമാറിയത്, അവരെ സംബന്ധിച്ചൊക്കെ പറഞ്ഞത്, ഇതൊക്കെയാണ് ദീൻ. റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതമാണ് ദീൻ. ഖുർആൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നതായി കാണാം. ഖുർആനിന്റെ രൂപമായിരുന്നു റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സ് എപ്പോഴും പഠനത്തിന് പറ്റിയതായിരിക്കും. സ്വഹാബത്ത് അത് ഒപ്പിയെടുക്കാൻ വേണ്ടി തയ്യാറായി കാത്തിരിക്കുന്നവരായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലരും നബി തങ്ങളെ അരികിലേക്ക് വരാറുണ്ട്. പല ഭാഷക്കാരും പല ദേശക്കാരും വരാറുണ്ട്. പലതും ചോദിക്കാറുണ്ട്. മറുപടി പറയേണ്ട ചോദ്യങ്ങൾ സാമ്പത്തികമായി ആവശ്യപ്പെട്ടുകൊണ്ട് വരാറുണ്ട്, കൊടുക്കാറുണ്ട്. ആരോടും കഴിയില്ല എന്ന് പറയാറില്ല. കഴിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുമെന്നാണ് തൊബറാനിയുടെ ഹദീസിൽ പറയുന്നത്. എനിക്കൊരു വണ്ടി വേണം, തരാം. എത്രയോ സംഭവങ്ങൾ കാണാം ഹദീസിൽ. നീ നിനക്കിഷ്ടമുള്ളത് ചോദിച്ചോ, ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറുന്ന പ്രകൃതിയാണ് എല്ലാ വിഷയത്തിലും നബി തങ്ങൾക്കുള്ളത്. എപ്പോഴും അറിവ് നുകർന്നുകൊണ്ടിരിക്കുന്ന സ്വഹാബ ആരെങ്കിലൊക്കെ വന്നാൽ അവരുമായി റസൂലുള്ള കുശലം പറയുകയാണെങ്കിൽ സ്വഹാബത്ത് അവർ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടും. ചിലരൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആവരുത് ഈ സദസ്സ് എന്ന നിലക്ക് എല്ലാവരെയും ശ്രദ്ധിപ്പിക്കാൻ വേണ്ടി ഈ വന്ന വ്യക്തി റസൂലുള്ളാഹിനോട് കാല് ചേർത്തിരിക്കുന്നു. ആ വ്യക്തിയുടെ കൈ മുട്ടുകാലിൽ വെച്ച് ഇരിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കും. എന്താണ് അയാൾ ഇങ്ങനെ നിൽക്കുന്നത്? എന്താ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറില്ലല്ലോ. ആരുടെയും ശ്രദ്ധ അങ്ങും ഇങ്ങും പോകൂല. ഈ ശൈലിയിലാണ് മഹാനവറുകൾ ഇരുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുന്നു. ചോദിക്കുന്നു റസൂലുള്ളാഹി തങ്ങളോട്, മൽ ഈമാൻ,